ഏറെ സന്തോഷമുണ്ട്. ഓണം 2026 സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ഓണാഘോഷ പരിപാടികൾ നമ്മൾ ഈ അത്തപ്പൂക്കളത്തോടുകൂടി ആരംഭിക്കുകയാണ്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ കഴിഞ്ഞ 18 വർഷങ്ങളായി നടത്തുന്ന 150ഓളം പേരാണ് ഈ ഒരു പൂക്കളമെടുക്കുന്നതിൽ പങ്കാളികളായിരിക്കുന്നത്. ഏകദേശം 2000 കിലോ പൂവാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 62 അടി വ്യാസത്തിലാണ് ഈ ഒരു പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അഡ്വക്കേറ്റ് ഷോബിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വലിയൊരു സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ ഒരു തെളിവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി അതിനേക്കാളുപരി സ്നേഹത്തോടുകൂടി എല്ലാവരെയും കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, 2026 ഓണാഘോഷങ്ങളുടെ തുടക്കമോടെ കൊടുക്കുകയാണ്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മ 18ാമത് അത്തപ്പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ അത്തപ്പൂക്കള സമർപ്പണ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ എത്രയും വേഗം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ പരിച്ഛേദം ഇവിടെ അണിനിരന്നിരിക്കുന്നു. ഞങ്ങൾക്കും ഐശ്വര്യസമ്പൂർണമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ പ്രസാദിനെ സ്നേഹപൂർവ്വം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ VS സുനിൽകുമാർ, ഞങ്ങളുടെ എല്ലാ മാർഗനിർദ്ദേശകനും നമ്മുടെ കേരള കുമ്മാട്ടി കമ്മിറ്റിയുടെ സംസ്ഥാന തൃശ്ശൂർ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ഈ അത്തപ്പൂക്കളം ഒരുക്കുക. സായാഹ്ന സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് കേട്ടോ. 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. ദുബായ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നത്. ദുബായിലാണ് ഇപ്പം നാട്ടിൽ വന്ന വെക്കേഷൻ ആക്കുക. അതിന് മുമ്പ് അവൻ ഞങ്ങളുടെ നാട് മേലാറ്റൂരാണ്. ഇതൊരൊറ്റപ്പാട്. അത് കഴിഞ്ഞ ആഴ്ച ഒരു സന്തോഷ വാർത്തയുണ്ട്. ആദ്യം സമർപ്പണ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. സായാഹ്നം ചെലവാക്കാൻ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നിയ ഒരു ഓണാഘോഷ പരിപാടിയാണ് അത്തപ്പൂക്കളം. ആ പൂക്കളം ഇന്ന് ഇത്രയും നല്ല വിപുലമായിട്ടുള്ള രീതിയിലേക്ക് അത് നല്ല നിലയിൽ തന്നെ കൊണ്ടു നടക്കാൻ ഷോബിയുടെ നേതൃത്വത്തിൽ ഉള്ള ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നു. അതിന് അടുത്തതായി സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട CN ഗോവിന്ദൻകുട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.